നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടും വിശുദ്ധരോടും ഒക്കെ ചേർന്ന് ബന്ധിതനായ ഈശോയുടെ മുൻപിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു. ആ തിരുസ്വരൂപത്തെ നോക്കിക്കൊണ്ട് അമ്മ പ്രാർത്ഥിച്ചു. യേശുവേ, എൻ്റെ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ഈശോയുടെ സ്നേഹിതനാവുക, ഈശോയുടെ സ്നേഹിതയാവുക എന്നതാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. കരങ്ങൾ മെടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഈശോയുടെ സ്നേഹിതനാകണം, എനിക്ക് ഈശോയുടെ സ്നേഹിതയാകണം, ഈശോയുടെ സ്വന്തമാകണം, ഈശോയെ എനിക്ക് സ്വന്തമാക്കണം, ഞാൻ ഈശോയുടെ സ്വന്തമാകണം. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തെ നോക്കി അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചത് അതാണ്. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ഏറ്റുപറയാം. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. 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 കരങ്ങൾ മെടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ സ്വന്തമാകാൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ആഴപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ സ്വന്തമാകാനുള്ള ആഗ്രഹം ആഴപ്പെടുകയാണ്. എനിക്ക് ഈശോയുടെ സ്വന്തമാകണം. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് ഈശോ തൻ്റെ ഹൃദയം നൽകുകയും അവളുടെ ഹൃദയം അവൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു ഹൃദയ കൈമാറ്റം സംഭവിച്ചു. അതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരു ഹൃദയ കൈമാറ്റം സംഭവിക്കണം. ഞാനൊരു പേരിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ എന്തെങ്കിലും താൽക്കാലിക ലാഭങ്ങൾ അന്വേഷിച്ച് പ്രാർത്ഥനയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരാളല്ല. ഞാൻ ഈശോയുടെ സ്വന്തമാകാൻ ആഗ്രഹിച്ച് അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓറിയന്റേഷൻ ഈശോയാണ്. ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ, ഈ ലോകത്തിൻ്റെ കലവിലകളിൽ ജീവിതം വീണുടഞ്ഞു പോകാനുള്ളതല്ല. എൻ്റെ ജീവിതം കർത്താവിൽ ലയിച്ചു ചേരാനുള്ളതാണ് എന്ന ബോധ്യത്തോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കുക.
ഈ ലോകത്തിൻ്റെ എത്രയോ ഒച്ചപ്പാടുകൾ, കലപിലകൾ, ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ, അസ്വസ്ഥതകൾ, സഹനങ്ങൾ, വ്യാകുലങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ എല്ലാം വിട്ടുപേക്ഷിക്കുക. മറിയം ഈശോയുടെ കാൽച്ചുവട്ടിൽ ഒന്നു മാത്രമേ പ്രധാനപ്പെട്ടതുള്ളൂ എന്നേറ്റ് പറഞ്ഞ് അവന്റെ കാൽച്ചുവട്ടിലിരിക്കാൻ ധൈര്യം കാണിച്ചതുപോലെ, അവന്റെ കാൽച്ചുവട്ടിലിരിക്കാൻ ജ്ഞാനമുണ്ടായിരുന്നതുപോലെ, ആത്മബോധമുണ്ടായിരുന്നതുപോലെ, ഇന്ന് ഈശോ നമുക്ക് ഒരു ബോധം തരികയാണ്, ഒരു ബോധ്യം തരികയാണ് ഈശോയുടെ കാൽച്ചുവട്ടിൽ ഇരിക്കാൻ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള മുള്ളുകൾക്കിടയിൽ കടന്നു പോകുന്നവരാണ് നമ്മൾ. ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള വ്യാകുലങ്ങളുടെ വാളുകൾ പല നേരങ്ങളിൽ, പല രൂപങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലൂടെ തുളഞ്ഞു കയറുന്നവരാണ് നമ്മൾ, തുളഞ്ഞു കയറുന്നുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈ മുള്ളുകൾക്കിടയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ വേദനകൾക്കിടയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ ഭാരങ്ങൾക്കിടയിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ എന്നാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ഒരുമിച്ച് പറയാം. ഈശോയെ നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ചുള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയുടെ സ്വന്തമായി നമ്മൾ മാറണമെങ്കിൽ ഈ ലോകത്തിൻ്റെ അലസതകൾ വിട്ടുപേക്ഷിക്കണം, ഈ ലോകത്തിൻ്റെ ആലസ്യങ്ങൾ വിട്ടുപേക്ഷിക്കണം, ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ വിട്ടുപേക്ഷിക്കണം, ഈ ലോകവുമായി കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഉപേക്ഷിക്കണം. ചില ആത്മപരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കണം. ചില വേണ്ടാത്തത് ശീലങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം. ചില തെറ്റായ ബന്ധങ്ങൾ വിട്ടുപേക്ഷിക്കണം. ഈശോയുടെ സ്വന്തമാകാൻ സഖ്യവോസ് താൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റതുപോലെ നമ്മളിപ്പോൾ ഇരുന്നു കൊണ്ടിരിക്കുന്ന ചില പാപത്തിൻ്റെ സുഖത്തിൻ്റെ മേഖലകളിൽ നിന്ന്, അലസതയുടെ ചെളിക്കുണ്ടുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനുമൊക്കെയുള്ള ഒരു സ്വാഭാവിക അലസത, മടിയുടെ മേഖലയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കണം. അതുപോലെ തീഷ്ണതയോടുകൂടെ ഈശോ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് സഖ്യവൂസ് ഓടിയതുപോലെ ഓടണം. ഈശോയെ കാണാൻ തീഷ്ണതയോടെ അവൻ കഠിനാധ്വാനം ചെയ്ത് ആ മരം കയറിയതുപോലെ മരം കയറണം. അവനെ കാണാൻ എത്ര നേരമെന്ന് നോക്കാതെ കാത്തിരിക്കണം. ഈശോ വിളിക്കുമ്പോൾ താഴെ ഇറങ്ങണം. ഈശോ ആഗ്രഹിക്കുമ്പോൾ അവനെ ഭവനത്തിൽ സ്വീകരിച്ച് അവന് വേണ്ടി വിരുന്ന് തയ്യാറാക്കണം.
അവൻ്റെ നിലപാടുകൾക്കനുസരിച്ച് നിലപാടുകൾ എടുക്കണം. അപ്പോൾ അവൻ നമ്മോട് പറയും, ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. വയറ് നിറയെ നെഞ്ചു നിറയെ ശ്വാസം വലിച്ചെടുത്ത് ഈശോയുടെ അടുക്കലേക്ക് ഓടാൻ എനിക്ക് തടസ്സം നിൽക്കുന്നത് എന്താണ്? ഇനിയും ഞാൻ എന്തൊക്കെയാണ് വിട്ടുപേക്ഷിക്കേണ്ടത്? എൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നിഷേധാത്മകമായ ചിന്തകൾ, ഈ ലോകത്തിനു വേണ്ടി മാത്രമുള്ള നിലപാടുകൾ, ആഗ്രഹങ്ങൾ എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാം. ആത്മപരിത്യാഗത്തിൻ്റെ വഴിയാണ് എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പിറകെ കുരിശുമെടുത്ത് പോകുന്നവർക്കാണ് അവനെ സ്വന്തമാക്കാൻ കഴിയുന്നത്. നീ എൻ്റെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്തെൻ്റെ പിറകെ വരിക. എന്നെക്കാളുപരി അപ്പനെയോ അമ്മയെയോ മക്കളെയോ ജീവിത പങ്കാളിയെയോ വസ്തുക്കളെയോ വയലുകളെയോ സ്നേഹിക്കുന്നവന് എൻ്റെ സ്വന്തമാകാൻ കഴിയുകയില്ല എന്ന് ഈശോ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. തന്നെ തന്നെ എന്നെക്കാളധികം തന്നെ തന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ സ്വന്തമാകാൻ കഴിയുകയില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. അതിന് കുറെ കൂടി ആഴം നൽകണമേ, ആത്മാർത്ഥത നൽകണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. 10 പ്രാവശ്യം ഒരുമിച്ച് പറയാം. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. 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 ഈശോയുടെ സ്വന്തമാകുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുകൂടെ അർത്ഥമുണ്ട്. കരങ്ങൾ മെടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ തീരുമാനങ്ങൾ ഈശോയുടെ തീരുമാനങ്ങൾക്കൊത്തതായി തീരണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ ദിനത്തിലും ഈശോയുടെ ഹിതമന്വേഷിക്കുന്ന, ഈശോ എനിക്ക് വേണ്ടി വരച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ മാറുമ്പോഴാണ് ഞാൻ ഈശോയുടെ സ്വന്തമാകുന്നത്. ഈശോ എനിക്ക് വേണ്ടി ഒരു ജീവിതത്തിൻ്റെ മാർഗം വരച്ചിട്ടുണ്ട്. ഈശോ വരച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇഷ്ടങ്ങളല്ല അന്വേഷിക്കേണ്ടത്, ഈശോയുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ വഴികളല്ല അന്വേഷിക്കേണ്ടത്, ഈശോയുടെ വഴികളാണ്. നമ്മുടെ തീരുമാനങ്ങളെയല്ല മുറുകെ പിടിക്കേണ്ടത്, ഈശോയുടെ തീരുമാനങ്ങളെയാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ വിട്ടുപേക്ഷിക്കാൻ, നമ്മുടെ തീരുമാനങ്ങളെ വിട്ടുപേക്ഷിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ബോധ്യങ്ങളെ പോലും വിട്ടുപേക്ഷിച്ച് ഈശോയുടെ ബോധ്യങ്ങളിലേക്ക് ഓടാൻ നമ്മുടെ മാർഗങ്ങൾ, സ്വന്തം മാർഗം ഉപേക്ഷിച്ച് ഈശോ കടന്നു വരുന്ന വഴിയിലേക്ക് ഓടിയ സഖ്യവൂസിനെ പോലെ, ഈശോയെ, ഞാനിതാ നിന്റെ ഹിതം പൂർത്തിയാക്കാൻ ഓടി വരുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. വയറ് നിറയെ നെഞ്ച് നിറയെ ശ്വാസം വലിച്ചെടുക്കാം. ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരു അഭിഷേകം ഒഴുകിയെത്തുന്ന ഒരു സമയമാണ്.
ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഈശോ പറയുന്നത് അന്വേഷിക്കാൻ, ഈശോ പറയുന്നത് ചെയ്യാൻ ധൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഈശോയുടെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹം ശക്തിപ്പെട്ടാൽ ഈ ഭൂമിയിലുള്ള മറ്റെല്ലാം എനിക്ക് അപ്രധാനമായി മാറും. ആളുകൾ പറയുന്നത്, ആളുകളുടെ പരിഹാസങ്ങൾ, ആളുകളുടെ വിമർശനങ്ങൾ, ആളുകളുടെ പ്രശംസകൾ, ഇതെല്ലാം അപ്രധാനമായി മാറും. ഒരു കാര്യം മാത്രം പ്രധാനമുള്ളതായിത്തീരും: ഈശോ, ഈശോയുടെ ഹൃദയം, ഈശോയുടെ വചനം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു.